ഇങ്ങനെ പുട്ടും പഴമൊക്കെ കഴിച്ചിരുന്നാൽ മതിയോ? തിരിച്ചു പോണ്ടേ നമുക്ക്? ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് റെഡിയായി ഒന്ന് തറവാട്ട് പോയി അമ്മമ്മേനെ കണ്ടുവരാം. അമ്മമ്മ യാത്രയൊക്കെ പറഞ്ഞ് കൈയെടുത്ത് വയറിന്റെ മുകളിൽ വെച്ചപ്പോ പയ്യനൊരു ചവിട്ട്. ഞാനും ഞെട്ടി, അമ്മമ്മയും ഞെട്ടി. ഒരു മാജിക്കൽ മൊമെന്റ് ആയിരുന്നു. തിരിച്ചെത്തി പെട്ടിയൊക്കെ കാറ് കയറ്റി എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് നമുക്ക് മെല്ലെ ഇറങ്ങാം. +2 കഴിഞ്ഞ് പഠിക്കാനും ജോലിക്കും ഒക്കെ വേണ്ടി വീട്ടിൽ നിന്ന് നല്ലോണം മാറി നിന്നുകൊണ്ട് അങ്ങനെ വലിയൊരു ഹോം സിക്നെസിന്റെ പ്രശ്നമില്ല കേട്ടോ. എന്നാലും യാത്ര പറയുമ്പോൾ വിഷമം തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന കരിപ്പൂറിലോട്ടാണ്. നമുക്ക് ഏകദേശം ഒരു 1-1.25 മണിക്കൂർ യാത്രയുണ്ട്. വിഷ്ണുവും അമ്മയും അച്ഛനും ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്തവണ യാത്രയപ്പിന് സാധാരണ ഉള്ളതുപോലൊരു വിഷമം ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ അമ്മയും അച്ഛനും 1-2 മാസത്തിൽ അങ്ങോട്ട് വരുന്നോണ്ടായിരിക്കാം. ലഗേജ് വെച്ചൊരു തിത്തിത്താര കളി എനിക്ക് എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് നേരെ ആദ്യം പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ്. എല്ലാം നോർമൽ ആയിരുന്നു ഈ ഒരു മൊമെന്റ് വരെ. അതായത് വിഷ്ണു RCBയുടെ ഈ ഒരു ബസ് കാണുന്നത് വരെ. വിഷ്ണു ഒരു ഡൈഹാർട്ട് വിരാട് കോഹ്ലി ഫാനാണ്. ഒരു 3-3.5 മണിക്കൂർ നമ്മളിവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല. പക്ഷെ വേറെ കുറെ പ്ലേയേഴ്സിനെ കാണാൻ പറ്റിട്ടോ. നമ്മുടെ ഫ്ലൈറ്റിന് രാത്രി 1 മണിക്കാ. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ പോയത് അക്ഷയുടെ വീട്ടിലോട്ടായിരുന്നു. നല്ല അപ്പും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കഴിച്ച് കുറച്ചേരം റെസ്റ്റും എടുത്ത് നമ്മൾ തിരിച്ച് എയർപോർട്ടിലോട്ട് പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ടയറിംഗ് ആയിരുന്നു കേട്ടോ ഈ ഒരു 27th വീക്ക് ഓഫ് പ്രഗ്നൻസിയിലുള്ള ട്രാവൽ. ഇനി കുറച്ച് സ്വീറ്റ്സും ഗിഫ്റ്റ്സും മേടിക്കാനുണ്ട് നമ്മുടെ നെയ്ബറിനും അതേപോലെ വിഷ്ണുവിന് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ടും. ഒരു ഇന്ത്യ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരികയല്ലേ. ഫ്ലൈറ്റിൽ കയറിയ ഉടനെ അവർ മെനു തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം വായിച്ചു തുടങ്ങിയാൽ എനിക്ക് അപ്പം ഉറക്കം വരും. അതുകൊണ്ട് ഡിന്നറിന്റെ കാര്യം അത്ര ഓർമ്മയില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കാര്യമായിട്ട് കഴിച്ചു. പിന്നെ 1-2 തവണ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നപ്പോക്ക് നമ്മളിതേ ആംസ്റ്റർഡാമിലെത്തി. സൺചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പിക്ക് ചെയ്യാൻ. നല്ല ചൂടുള്ള കാലാവസ്ഥയെന്ന് ചെറിയൊരു തണുപ്പുള്ള വെതറിലോട്ട് വന്നപ്പോ ചെറിയൊരു സുഖം. അങ്ങനെ നമ്മൾ വീടെത്തി. വെക്കേഷനും ട്രാവലും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയ ഒരു പ്രത്യേക മനസമാധാന. ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വീടൊന്ന് ഫംഗ്ഷനിങ് ആക്കി എടുക്കണം.